ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഞാൻ എന്നും ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലോട് കൂടി ഞാനിന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഡൊമിനിക് ചാക്കോ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കമൻ്റ് അയച്ചിട്ടുണ്ട്. പാപിയാണ് എന്നൊരു ബോധവും ദൈവഭയവും നരകഭീതിയുമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടാവില്ല. അത് സത്യമാണ്. ജന്മനാൽ അടിമയായിട്ട് മാനസിക അടിമയായിട്ടാണ് ഈ രണ്ട് സെമറ്റിക് മതങ്ങളിലും കുട്ടികളെ വളർത്തുന്നത്. ദൈവത്തിനെ പേടിച്ച് കുറേയധികം തിന്മകൾ തന്നെ ചെയ്യുക, മനസ്സിനെ അടിമയാക്കുക, പാപിയാണെന്ന കുറ്റബോധവും കൊണ്ട് ജീവിതം മുഴുവനും നടക്കുക. എന്നിട്ട് വേറൊരുവൻ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് രക്തത്തിൽ കുത്തിയിറക്കുക. എന്നിട്ട് ആ കടപ്പാട് തീർക്കാൻ വേണ്ടി നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഇങ്ങനെ ഓരോ മിനിറ്റും പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള കരയുന്ന രീതിയിലുള്ള പ്രാർത്ഥന. ഡൊമിനിക് ചാക്കോയെ എന്ന് ഈ മതം ഒന്ന് രക്ഷപ്പെടും? ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഡൊമിനിക് ചാക്കോജി, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ എഴുതാറുണ്ട്, തുറന്ന മനസ്സോടുകൂടി എഴുതാറുണ്ട്. ഈ അമേരിക്ക എന്ന വികസിത രാഷ്ട്രത്തിൽ ഇന്ന് ബൈബിളും കച്ചവടം നടത്താൻ പറ്റില്ല, ക്രിസ്ത്യാനിയും കച്ചവടം നടത്താൻ പറ്റില്ല. കച്ചവടം നടത്തുന്നവർക്ക് കമ്മീഷൻ നല്ല എമൗണ്ട് കിട്ടുമെങ്കിലും ഇംഗ്ലണ്ടിൽ ഈ കച്ചവടം നടത്താൻ പറ്റില്ല. പാപിയാണെന്ന് പറയുന്ന മഹാരോഗം അവരെ വിട്ടൊഴിഞ്ഞു. യൂറോപ്പിൽ നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരണക്കുറ്റിക്കിട്ട് കിട്ടും. ആ പാപിയും ദൈവഭയവും നരകഭയവും എല്ലാം ഇതൊന്നുമില്ലാതിരുന്ന ഇന്ത്യക്കാരുടെ നെഞ്ചത്തും തലയ്ക്കകത്തും രക്തത്തിലും കുത്തിക്കേറ്റി ശരിക്ക് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു, അമരത്വത്തിൻ്റെ പുത്രന്മാരെ എന്ന് വിളികേട്ട് ഉണർന്നിരുന്ന മനുഷ്യൻ ഉയർന്നുയർന്ന അവതാരമാകാം എന്ന് കാണിച്ച നമ്മുടെ പ്രഹ്ലാദനും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും മനുഷ്യന് തന്നെ ഈശ്വരനായിട്ട് ഉയരാം എന്ന് കാണിച്ച നമ്മുടെ ശങ്കരാചാര്യരും വേദവ്യാസനും അതുപോലെ തന്നെ വിവേകാനന്ദനും രാമകൃഷ്ണ പരമഹംസരും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെ അവതാരമായി പൂജനീയരായിട്ട് മാറിയ ലെവലിലേക്ക് ഭഗവാൻ സത്യസായി ബാബ എന്ന മനുഷ്യൻ ഈശ്വരനിലേക്ക് ഉയർന്നപ്പോൾ അതുപോലെ ജനങ്ങളുടെ മനസ്സിൽ ഈശ്വരാവതാരമായി കാണുന്ന മുക്കുവ കുടിലിൽ ജനിച്ച മാതാ മൃദാനന്ദമയ്യെ പോലെ 6ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ പഠിച്ചവര് അവരെയെല്ലാം മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരാമെന്ന് കാണിച്ച അനവധി ഉദാഹരണങ്ങളുള്ള ഭാരതത്തില് നീ പാപിയാണ്, തെണ്ടിയാണ്, പിച്ചക്കാരനാണ്, കഴിവുകെട്ടവനാണ്, നശിക്കുന്നവനാണ്, നീ തിന്മ ചെയ്തവനാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് പറയുന്ന ഈ ലോകക്കകത്തിരിക്കുന്ന ദുർഭൂതങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ജനിച്ച ഈ ഒരു വ്യക്തി അവിടെയുള്ള പ്രാകൃത ജനതയ്ക്ക് വേണ്ടി കൊടുത്ത ഉപദേശങ്ങൾ ഇത്രയും സംസ്കാര സമ്പന്നമായ ഭാരതത്തിൽ വിറ്റഴിച്ച് കോടികളുടെ പള്ളികളും കോടികളുടെ ബിഷപ്പ് ഹൗസും കോടികളും മുക്കലും കോടികളുടെ ലാൻഡും കോടികളുടെ പ്രോപ്പർട്ടിയും കോടികളുടെ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ എങ്ങനെയാ ഡൊമിനിക് ചാക്കോയെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? നിങ്ങൾ യേശുവിനെ പൂജിച്ചോളുക. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ഈ കമൻ്റ് എഴുതിയ ആരെ ഉദ്ദേശിച്ചിട്ടാണോ അവർ യേശുവിനെ പൂജിക്കുകയോ? അദ്ദേഹവും അതുപോലെ തന്നെയാണ്. സാധാരണയിൽ ജനിച്ച് അവതാരമായി ഉയർന്ന വ്യക്തിയാണ്. അങ്ങനെ ഉള്ളവരെ ആരാധിക്കുന്നതിന് ഭാരതം അന്ന് 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് മാതൃകയായിട്ടുണ്ട്. പക്ഷേ പാപിയാണ്. എനിക്ക് ക്രിസ്ത്യൻ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പാപത്തിൻ്റെ ചങ്ങലയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വരണം. ഈ കള്ളത്തരവും പാപിയും കള്ളനും കൊള്ളക്കാരനുമാണെന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേര് മരിച്ചതെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതൊക്കെ ഒന്ന് മാറണം. ഡൊമിനിക് ചാക്കോയെ, അങ്ങയുടെ ഈ കമൻറ്റിന് ഒരു ഉത്തരം പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. അങ്ങയുടെ പേര് കേൾക്കുന്നതും വായിക്കുന്നതും അനുസരിച്ച് അങ്ങ് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അങ്ങയെപ്പോലെയും തോമസ് മുറ്റത്തുകുന്നലിനെ പോലെയും തോമസ് തുണ്ടിപ്പറമ്പിലിനെ പോലെയും ജോൺസണെ പോലെയും ജോണിനെ പോലെയും കുറേ പേര്, ഷീല മാത്യുവിനെ പോലെയും
ധാരാളം പേര് ഇപ്പൊ എഴുതുന്നുണ്ട്. സമൂഹത്തിലൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഈ മതത്തിനെ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യരും ഓസ്ട്രേലിയക്കാരും ചവറ്റുകൊട്ടയിലിട്ട മാതിരി ഭാരതത്തിലും ചവറ്റുകൊട്ടയിലിടും, ഉറപ്പാണ്.